നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന അവസരം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ അപ്രൻറ്റിസ്ഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മികച്ച അവസരമാണ്, പ്രത്യേകിച്ച് ITIക്കാരെ സംബന്ധിച്ച്, 3 ഇയർ ഡിപ്ലോമക്കാരെ സംബന്ധിച്ച്, അതുപോലെ ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര വേക്കൻസീസ് ഉണ്ട്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഞാൻ വീഡിയോയിൽ പറയുക. ശ്രദ്ധയോടെ ഇത് മുഴുവൻ കേട്ടൊന്ന് മനസ്സിലാക്കി ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജൂണിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജൂണിലാണ്, അതുകൊണ്ട് തന്നെ ധാരാളം സമയം മുന്നിലുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വൺസ് അഗെയിൻ വെൽക്കം back to this channel. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവരുടെ ഇന്ത്യയിലെമ്പാടുമായുള്ള പല യൂണിറ്റുകളിലായി നൽകുന്ന ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ഏതാണ്ട് 1770 അപ്രൻറ്റിസ്ഷിപ്പ് അവസരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജംബോ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇന്ത്യയിലെ മിക്കവാറും IOCയുടെ എല്ലാ മേജർ പ്ലാന്റുകളിലും അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. ഇതിനകത്ത് 2 സ്ട്രീമുകളിലായിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി നൽകുന്നത്. ഒന്നാമത്തെ ട്രേഡ് അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുന്നത് 897 ഓപ്പർച്യൂണിറ്റിയാണ് ട്രേഡ് അപ്രൻറ്റിസ്ഷിപ്പിലുള്ളത്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് എന്ന് പറഞ്ഞ് 873 ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ ട്രേഡുകളിലാണ് ഈ ഓപ്പർച്യൂണിറ്റികൾ ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് അറ്റൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി 421 ഉണ്ട്. ഫിറ്റർ മേഖലയിലുള്ള വേക്കൻസി 208 ആണ്. അതുപോലെ തന്നെ ബോയിലർ 76 ഉണ്ട്. സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് 69 വേക്കൻസി ഉണ്ട്. അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലേക്ക് 38 വേക്കൻസി ഉണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, 53 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് 32 വേക്കൻസി. അങ്ങനെ ആണ് ഈ എല്ലാം ആകെ മൊത്തം 1770 വേക്കൻസീസ് ഉള്ളത്. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ പല ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഈ 4 മേഖലകളിലുള്ള ഒരു 3 ഇയർ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഈ 4 മേഖലയിലുള്ള ഈ 4 സ്ട്രീമുകളിലുള്ള ഒരു 3 ഇയർ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു 10th ഗ്രേഡ് ഉള്ള ആളാണെങ്കിൽ ഫിറ്റർ ട്രേഡിലുള്ള 2 വർഷത്തെ ഒരു ITI ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷനും കൂടെ ഞാൻ പറയാം. +2 ഡൊമസ്റ്റിക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ BCom, BA, BSc, മറ്റേതെങ്കിലും BSc ആണെങ്കിൽ, അല്ലെങ്കിൽ BA ഉണ്ട് എങ്കിൽ, BCom ഉണ്ട് എങ്കിൽ, അപ്പോൾ ഇത്രയും സ്ട്രീമുകളിൽ നിന്നുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്കും ITI ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ട്. ടെക്നീഷ്യൻ അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് 873 ഒഴിവുകളുണ്ട്. നിങ്ങളുടെ യോഗ്യത എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് വിശദമാക്കാം. അത് കേട്ട് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നോക്കി തിരിച്ചറിയുക. അതായത് കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, എഞ്ചിനീയറിംഗ് എന്നീ ഏതെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും ഉള്ള ഒരു 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി, അതായത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ്ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. 873 വേക്കൻസീസാണ് ഉള്ളത്. ഇനിയും സ്റ്റൈഫൻഡ് നാഷണൽ ലെവലിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം, അപ്രൻറ്റിസ്ഷിപ്പ് മാനദണ്ഡം അനുസരിച്ചുള്ള സ്റ്റൈഫൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നിങ്ങളുടെ പ്രായം 2025 മെയ് 31 നോക്കുമ്പോൾ, അതായത് 2025 മെയ് 31 ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 18 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്കുള്ള ആളായിരിക്കണം, ഈ രണ്ട് വയസ്സുകളും ഉൾപ്പെടെ. അതുപോലെ ഉയർന്ന പ്രായപരിധിയിൽ ആനുകൂല്യങ്ങളുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേകം സംവരണങ്ങൾ ഉണ്ടായിരിക്കും. 5 വർഷം വരെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് 5 വർഷം വരെ സംവരണം ഉണ്ടായിരിക്കും. OBC വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ സംവരണമായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവ് അനുവദിക്കുന്നുണ്ട് പ്രായത്തിൻ്റെ കാര്യത്തിൽ. ഇനി ഇതിൻ്റെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് ആ സബ്ജക്റ്റിൽ
നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. അതിനെ ബേസ് ചെയ്തായിരിക്കും തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ITI മേഖലയിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ജൂൺ 9 അപ്ലൈ ചെയ്യണം. അപ്പോൾ ജൂൺ 9 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറി നിങ്ങൾ ജൂൺ 9 ഇത് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു അപ്രൻറ്റിസ്ഷിപ്പ് നോക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ, ITI ഡിപ്ലോമ ഡിഗ്രി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല കരിയറിലേക്ക് ഉയരാനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അവസരം ഒട്ടും തന്നെ പാഴാക്കാതെ, സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഇതിനുവേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ചാനലിലൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഒരുപക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി ഉപകാരപ്പെട്ടേക്കാമെന്ന് തോന്നിയാൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മനോഹരമായ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.